റോങ് പീപ്പിളിനെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. റൈറ്റ് പീപ്പിളിനെ എന്തിനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഒരേ സമയത്ത് അവനെന്ത് വേണം? കോമ്പിറ്റൻസി വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം. അവർക്ക് അവരുടെ സ്കില്ല്, അവരുടെ ഗ്യാപ്പ് കണ്ടെത്തിയിട്ട് അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യില്ല, 15 CR സെയിൽ ചെയ്യാനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് കൊടുക്കേണ്ടത്. 15 CR സെയിൽ ചെയ്യാനുള്ള സെയിൽസ് ടീമിനാണ് ബിൽഡ് ചെയ്യേണ്ടത്. Greenlives Coaching and Training Solution. If you want to be a global entrepreneur, if you want to be, if you want to build a great brand, you must have an excellent team, right team, disciplined team. Disciplined team എന്നാണ് disciplined people brings disciplined thought. Disciplined thought എന്നാണ് disciplined action കമ്പനിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ടും കാര്യമില്ല. റൈറ്റ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മളെന്ത് ചെയ്യും, എന്നെ പല സംരംഭകരും വിളിച്ചിട്ട് മോട്ടിവേഷൻ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി വിളിക്കും. ഞാൻ ആ പരിപാടിക്കേ പോകാറില്ല ഇപ്പോൾ. കാരണം എന്തിനാണ് മോട്ടിവേഷൻ ട്രെയിനിങ് കൊടുക്കുന്നത്? പലപ്പോഴും നമുക്കിപ്പോഴും പറഞ്ഞ പണ്ട് എന്താ, മോട്ടിവേഷൻ കൊടുക്കുക. ഇത് ഗ്ലൂക്കോസ് പോലെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ? കുറച്ച് കഴിയുമ്പോൾ ഇത് കുറയൂലേ? മോട്ടിവേഷൻ അല്ല കൊടുക്കേണ്ടത്, സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. മോട്ടിവേഷൻ എന്തിനാണ് കൊടുക്കുന്നത്? ആരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്? റോങ് പീപ്പിളിനെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. റൈറ്റ് പീപ്പിളിനെ എന്തിനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഹലോ, റൈറ്റ് ടീം ഉണ്ടെങ്കിൽ പോലെ മോട്ടിവേറ്റ് ആവേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് ദേ ആർ ഓൾറെഡി മോട്ടിവേറ്റഡ്. റോങ് പീപ്പിളിനെ എടുത്തിട്ടാണ് മോട്ടിവേഷൻ കൊടുക്കേണ്ട ആവശ്യം. ബിക്കോസ് ദേ ആർ റോങ് പീപ്പിൾ. ഓലെ ബസ്സിന്ന് ഇറക്കി വിടണം ആദ്യം, റൈറ്റ് പീപ്പിളിനെ കയറ്റണം. എന്നിട്ട് പറയും ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ മാസം തന്നെ 4-5 പരിപാടി മോട്ടിവേഷൻ പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി. നമുക്ക് കാരണം മോട്ടിവേഷൻ അല്ല കൊടുക്കേണ്ട. അത് മോട്ടിവേഷൻ കൊടുത്തിട്ട് എന്താ കാര്യം? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മോട്ടിവേഷൻ ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ സ്കില്ല്, അവരുടെ ഗ്യാപ്പ് കണ്ടെത്തിയിട്ട് അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കേണ്ടത്. മോട്ടിവേഷൻ ആവശ്യമാണ്, അത് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യണം? 15 CR അച്ചീവ് ചെയ്യണം. ഇപ്പോൾ ആ കമ്പനി 5 CR അച്ചീവ് ചെയ്യുന്നുള്ളൂ. അവർക്ക് 10 CRൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ആരാ കൊണ്ടുവരിക? ഓണറല്ലല്ലോ ചെയ്യേണ്ടത്, ടീമാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ ബിസിനസ് കൊണ്ടുവരേണ്ടത്, മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, സെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യില്ല, 15 CR സെയിൽ ചെയ്യാനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് കൊടുക്കേണ്ടത്. 15 CR സെയിൽ ചെയ്യാനുള്ള സെയിൽസ് ടീമിനാണ് ബിൽഡ് ചെയ്യേണ്ടത്. അവർക്ക് അതിനുള്ള സെയിൽസ് സ്കില്ലാണ് കൊടുക്കേണ്ടത്. അല്ലാതെ മോട്ടിവേഷൻ കൊടുത്താൽ എന്താ കാര്യം? സോ റൈറ്റ് ടീമിനെ എന്ത് ചെയ്യണം? നമ്മൾ ബിൽഡ് ചെയ്യണം. റൈറ്റ് ടീമിൽ നിന്നാണ് എന്ത് ചെയ്യുള്ളൂ? റൈറ്റ് സിസ്റ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ. റൈറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ റൈറ്റ് സ്ട്രാറ്റജി വർക്കൗട്ട് ആവുള്ളൂ. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? റോങ് ടീമിന് വെച്ചിട്ട് മോട്ടിവേഷൻ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ എന്താവും? ഇവൻ പോകും. അപ്പോൾ പിന്നെ വേറെ റോങ് പീപ്പിളിനെ കയറ്റും. എന്നിട്ട് അവനെ മോട്ടിവേറ്റ് ചെയ്യും. ഓൻ കുറേ കാലം കഴിയുമ്പോൾ ഓനെന്ത് ചെയ്യും? പോകും. ഇവർ പണി പഠിക്കാനായിക്കാരം നമ്മളെ സ്ഥാപനത്തിൽ വരിക. ചില അക്കൗണ്ടന്റുമാരൊക്കെ ഉണ്ടാവും, അവർക്ക് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് പോലും അറിയില്ല. എന്നിട്ട് ഓൻ കമ്പനിയിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഹൗ ടു യൂസ് ടാലി ഓൻ ഗൂഗിൾ ചെയ്യും. എന്നിട്ട് ഓൻ അവിടുന്ന് പണി പഠിക്കും. പണി പഠിക്കാൻ ഓണർ എന്ത് ചെയ്യും? പൈസ കൊടുക്കും. പണി പഠിച്ച് കഴിഞ്ഞാൽ ഓൻ ഗൾഫിക്ക് പോകും. എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ ഭയങ്കര ലാഭമായി ആയിരിക്കും. ഒരു 2 റുപ്യ ലാഭം നോക്കിയിട്ട് കയറി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ മിനിമം എന്ത് ചെയ്യണം? ഒരു 2 year എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ ശരിക്കും കമ്പനിയിൽ എടുക്കാനേ പാടുള്ളൂ. 2 year എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഓൻ വേസ്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഓൻ അപ്രൻറ്റീസൊക്കെ ആവണം, ഓൻ വെറുതെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ട്രെയിനി ആവണം. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ നമ്മൾ ശമ്പളം കൊടുത്തിട്ട് ഓനെ പണി പഠിപ്പിക്കുകയാണ്. പണി പഠിച്ചാൽ ഓൻ പോകും. പിന്നെ പലപ്പോഴും ഓൺട്രപ്രണേഴ്സ് വിചാരിക്കും ഇപ്പോൾ ഭയങ്കര കമ്മിറ്റഡ് ആണെന്നുള്ളത്. കമ്മിറ്റ്മെൻറ്റ് ഓൻ അഭിനയിക്കുകയാണ്. കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ ഓൻ ഓണറെ സോപ്പിട്ട് നിൽക്കാൻ നന്നായിട്ട് കഴിയും. കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകൾ ഓൺട്രപ്രണേഴ്സ് എന്ത് ചെയ്യും? ഭയങ്കര ഹാപ്പി ആയി കയറാം. പക്ഷെ ഓൻ കോമ്പിറ്റൻ്റ് അല്ല. അതുകൊണ്ടാണ് ഓൻ കാണിക്കുന്നത്. ഓൻ കോമ്പിറ്റൻ്റ് അല്ല. കോമ്പിറ്റൻ്റ് ആണെങ്കിൽ നമുക്ക് സോപ്പിടേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് മാർക്കറ്റിൽ പണിയുണ്ട്. അപ്പോൾ കോമ്പിറ്റൻസും വേണം, കോമ്പിറ്റൻസിയും വേണം, കമ്മിറ്റ്മെൻറ്റും വേണം. ഇത് രണ്ടും മിക്സ് ചെയ്ത ആൾക്കാർ വേണം ടീമിൽ എടുക്കാൻ. ഒരേ സമയത്ത് ആളെന്താണോ ഇനി ഭയങ്കര കോമ്പിറ്റൻസി ഉണ്ടോ, ഓൻ കമ്മിറ്റ്മെൻറ്റ് ഇല്ലെങ്കിലോ അവനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഒരേ സമയത്ത് അവനെന്ത് വേണം? കോമ്പിറ്റൻസി വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം. അങ്ങനത്തെ ആളുകളെ എന്ത് ചെയ്യണം? റൈറ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ടീമിലെടുക്കണം. അങ്ങനത്തെ ആളുകളെ ടീമിലെടുത്തു കഴിഞ്ഞാൽ അവർക്ക് റൂട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അവർ മോട്ടിവേറ്റഡ് ആണ്. ബിക്കോസ് ദേ ആർ റൈറ്റ് പീപ്പിൾ. അപ്പോൾ റൈറ്റ് പീപ്പിളാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെങ്ങനെ ചൂരലെടുത്തിട്ട് എന്ത് ചെയ്യണ്ട? പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. 2 രീതിയിലാണ് ആളുകൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. ഒന്ന് പേടിപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ മുന്തിരികൊല കാണിച്ചു കൊടുക്കുക എന്ന് പറയും.
അല്ലേ? ഇത് രണ്ടും ചെയ്യേണ്ട തീരെ ചെയ്യേണ്ടതല്ല, ഇത് രണ്ടും വല്ലാതെ ചെയ്യേണ്ട ആവശ്യം ഒന്നും ഉണ്ടാവില്ല, റൈറ്റ് പീപ്പിളിന് ഉണ്ടാവില്ല. അവർക്ക് വേണ്ട എന്താണ്, അവർക്ക് കറക്റ്റ് അവരുടെ റോള് ക്ലാരിറ്റി കൊടുത്ത് അവർ ഇന്ന വിഷനിലേക്കാണ് നമുക്ക് എത്തേണ്ടത്, റൂട്ട് കാണിച്ചു കൊടുത്താൽ ഒരു റൂട്ടിലൂടെ പോകും. ബിക്കോസ് ദേ ആർ കോമ്പിറ്റൻറ്റ് ആൻഡ് ദേ ആർ റൈറ്റ് പീപ്പിൾ. സോ ഫസ്റ്റ് ലീഡർഷിപ്പ് ആൻഡ് സെക്കൻഡ് യു മസ്റ്റ് ഹാവ് എ റൈറ്റ് ടീം. എന്നിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, വിഷനും മിഷനൊക്കെ ഉണ്ടാക്കേണ്ടത്. Greenlives Coaching and Training Solution.